നമ്മൾ കമ്പ്യൂട്ടർ എയ്ഡഡ് പ്രോസസ് പ്ലാനിങ്ങാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കമ്പ്യൂട്ടർ എയ്ഡഡ് പ്രോസസ് പ്ലാനിങ്ങിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം: റിട്രീവൽ ക്യാപ് സിസ്റ്റം ആൻഡ് ജനറേറ്റീവ് ക്യാപ് സിസ്റ്റം. റിട്രീവൽ ക്യാപ് സിസ്റ്റം ഓർ വേരിയൻറ്റ് ക്യാപ് സിസ്റ്റം, സെക്കൻഡ് വൺ ജനറേറ്റീവ് ക്യാപ് സിസ്റ്റം. ഈ നമുക്ക് റിട്രീവൽ ക്യാപ് സിസ്റ്റം എന്താണെന്ന് നോക്കാം. അപ്പോൾ റിട്രീവൽ എന്ന് പറഞ്ഞാൽ റിട്രീവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ തിരിച്ചെടുക്കുക, പുനഃസ്ഥാപിക്കുക എന്നൊക്കെയാണ് അർത്ഥം. അതായത് ഒരിക്കൽ പ്രിപ്പയർ ചെയ്താൽ അത് പിന്നീട് ഉപയോഗിക്കുക, അതാണ് റിട്രീവൽ. അപ്പോൾ എന്താണ് റിട്രീവൽ ക്യാപ് സിസ്റ്റം എന്ന് നമുക്ക് നോക്കാം. റിട്രീവൽ ക്യാപ് സിസ്റ്റം ഈസ് ബേസ്ഡ് ഓൺ GT, ദാറ്റ് ഈസ് ബേസ്ഡ് ഓൺ ഗ്രൂപ്പ് ടെക്നോളജി. അപ്പോൾ ഗ്രൂപ്പ് ടെക്നോളജി എന്താണെന്ന് നമ്മൾ പറഞ്ഞത്. ഈ സ്റ്റാൻഡേർഡ് പ്രോസസ് പ്ലാൻ ഈസ് സെർവ്ഡ് ഇൻ കമ്പ്യൂട്ടർ വിത്ത് പാർട്ട് നമ്പർ. അപ്പോൾ നമ്മൾ പാർട്ട് ഫാമിലി എന്താണ്, ഗ്രൂപ്പ് ടെക്നോളജി എന്താ, പാർട്ട് ഫാമിലി എന്താണെന്നൊക്കെ പറയുന്നു. അപ്പോൾ സ്റ്റാൻഡേർഡ് പ്രോസസ് പ്ലാൻ ഓരോ പാർട്ട് നമ്പർ, ഓരോ കമ്പോണൻറ്റ് നമ്മൾ ഗ്രൂപ്പ് ചെയ്യും. ആ ഗ്രൂപ്പ് ചെയ്യുന്നതിനെ പാർട്ട് ഫാമിലീസ് പറയും. ആ പാർട്ട് ഫാമിലിക്ക് ഒരു നമ്പറിങ് സിസ്റ്റം ഉണ്ടാവും. ആ പാർട്ട് ഫാമിലിക്ക് ഒരു പ്രോസസ് പ്ലാൻ കമ്പ്യൂട്ടറിൽ സേവ് ചെയ്തിട്ടുണ്ടാവും. ഓൾറെഡി ഫോം ചെയ്ത പ്രോസസ് പ്ലാൻ കമ്പ്യൂട്ടറിൽ സേവ് ചെയ്തിട്ടുണ്ടാവും. ഇനി ഇതിനുള്ള റൂട്ട് ഷീറ്റ് തയ്യാറാക്കുന്നത്, റൂട്ട് ഷീറ്റ്സ് ആർ ബേസ്ഡ് ഓൺ കറന്റ് പാർട്ട് റൂട്ടിങ്സ് ഓർ ആൻ ഐഡിയൽ പ്ലാൻ പ്രിപ്പയർഡ് ഫോർ ഈച്ച് ഫാമിലീസ്. അതായത് ഇതിൻ്റെ റൂട്ട് ഷീറ്റ് എന്ന് പറയുന്നത്, ഓർ ഇതിൻ്റെ പ്രോസസ് പ്ലാൻ മീൻസ് പ്രോസസ് പ്ലാനിങ് എന്ന് പറഞ്ഞാൽ തന്നെയാണല്ലോ റൂട്ട് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാന്ന് പറയുന്നത്. അതായത് ഇവിടെ ഓൾറെഡി ഇതുപോലൊരു പാർട്ട് മുമ്പ് മാനുഫാക്ചർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ നമ്പറിങ് സിസ്റ്റം വെച്ച് നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ പ്രോസസ് പ്ലാൻ കിട്ടും, ഓർ നമുക്ക് അതിൻ്റെ റൂട്ട് ഷീറ്റ് കിട്ടും. അപ്പം ആ റൂട്ട് ഷീറ്റ് ആയിരിക്കും നമ്മൾ ഇപ്പം ഉള്ള പാർട്ട് ഉപയോഗിക്കുന്നത്. ഒരുപക്ഷെ ഈ പാർട്ട് എന്ന് പറയുന്നത് ഇതേപോലൊരു സിമിലർ പാർട്ട് കുറേ കാലങ്ങൾക്ക് മുമ്പ് അവിടെ ചെയ്തിട്ടുണ്ടാകും. കുറേ കാലത്തിന് ശേഷമായിരിക്കും പിന്നെ ഇതേപോലെ ഒരു പാർട്ട് വിടുന്നത്. അപ്പോൾ നമ്മൾ ഈ പാർട്ട് മാനുഫാക്ചർ ചെയ്യാനുള്ള റൂട്ട് ഷീറ്റ് ഓൾറെഡി ആ ഡാറ്റാബേസിൽ കിടപ്പുണ്ട്. അപ്പോൾ നമ്മൾ ആ പാർട്ട് നമ്പർ വെച്ച് സെർച്ച് ചെയ്യുമ്പോൾ ആ ഡാറ്റാബേസിൽ കിടപ്പുണ്ട്. അപ്പോൾ നമ്മൾ പാർട്ട് ഫാമിലീസ് നമ്പർ ചെയ്യുമ്പോൾ ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്. ആ സ്റ്റാൻഡേർഡ് ഫോളോ ചെയ്യും. ആ ഫോളോ ചെയ്യുമ്പോൾ നമ്മൾ ആ പാർട്ട് നമ്പർ വെച്ച് സെർച്ച് ചെയ്യുമ്പോൾ ഇതേ സിമിലർ പാർട്ടിൻ്റെ പ്രോസസ് പ്ലാൻ ആ സിസ്റ്റത്തിൻ്റെ ഡാറ്റാബേസിൽ കിടപ്പുണ്ടാവും. അത് തന്നെ നമ്മൾ ഉപയോഗിക്കും. ഇനി അങ്ങനെയല്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അതുപോലെ നമ്മൾ ചെക്ക് ചെയ്യും, പാർട്ടുമായിട്ട് വെച്ച് ചെക്ക് ചെയ്യും. അങ്ങനെയല്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, എവിടെയാണ് ആ പാർട്ടിൻ്റെ പ്രോസസ് പ്ലാനിന് മോഡിഫിക്കേഷൻ വേണ്ടത് അവിടെ നമ്മൾ മോഡിഫൈ ചെയ്യും. ഇനി ബിഫോർ യൂസിങ് ക്യാപ് സിസ്റ്റം സിഗ്നിഫിക്കൻറ്റ് എമൗണ്ട് ഓഫ് ഡാറ്റ ടു ബി കമ്പൈൽഡ്. അതായത് നമ്മൾ കമ്പ്യൂട്ടർ പ്രോസസ് പ്ലാനിങ് യൂസ് ചെയ്യുന്നതിന് മുമ്പ് നല്ലൊരു ഡാറ്റ കമ്പൈലേഷൻ നടക്കണം. അതായത് കുറേ പാർട്ട് ഫാമിലീസ് ഐഡൻറ്റിഫൈ ചെയ്യണം. പാർട്ട് ഫാമിലീസ് ഒരു സ്റ്റാൻഡേർഡ് വെച്ച് നമ്പർ ചെയ്യണം. ഇനി ആ ഓരോ പാർട്ട് ഫാമിലിക്കുള്ള പ്രോസസ് പ്ലാൻ കമ്പ്യൂട്ടർ സിസ്റ്റത്തിലൂടെ ഫീഡ് ചെയ്യണം. ഇതൊരു ടൈം കൺസ്യൂമിങ് ടാസ്ക്കാണ്. അതിനെ നമ്മൾ പ്രിപ്പറേറ്ററി ഫേസ് എന്ന് പറയും. അപ്പോൾ പ്രിപ്പറേറ്ററി ഫേസിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? 3 കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. ഫസ്റ്റ് വൺ പാർട്ട് ക്ലാസിഫിക്കേഷൻ ആൻഡ് കോഡിങ്. അതായത് നമുക്കൊരു 10,000 പാർട്സ് ഉണ്ടെങ്കിൽ അതിനൊരു 30-40 മീൻസ് പാർട്ട് ഫാമിലീസ് ആയിട്ട് ഗ്രൂപ്പ് ചെയ്യുക. ഓക്കെ, ഇനി അടുത്ത ഫോമിങ് പാർട്ട് ഫാമിലീസ്. അതായത് ഇപ്പോൾ പറഞ്ഞത് തന്നെ ആദ്യം പാർട്ടിനെ ക്ലാസിഫൈ ചെയ്യുക. ഇനി ഓരോ ക്ലാസിഫൈ ചെയ്യുന്നതിന് ഓരോ കോഡ് നമ്പർ കൊടുക്കുക. അതിനൊരു സ്റ്റാൻഡേർഡൈസേഷൻ ഉണ്ടാവണം. കാരണം ഇനിയും പാർട്ടുകൾ ആഡ് ചെയ്യാനുള്ളതായിരിക്കും. ആ കോഡിംഗ് സിസ്റ്റത്തിലോട്ട് ഇനിയും പാർട്ടുകൾ ഭാവിയിൽ ആഡ് ചെയ്യാനുണ്ടാവാം. അടുത്തത് ഫോർമേഷൻ ഓഫ് പാർട്ട് ഫാമിലീസ്. അങ്ങനെ ഓരോ ഫാമിലി ആയിട്ട് ഫോം ചെയ്യുക. 10,000 പാർട്സിനെ 30-40 ഓർ 50 ഫാമിലി ആയിട്ട് ഫോം ചെയ്യുക. ഇനി തേർഡ് വൺ പ്രിപ്പയറിംഗ് സ്റ്റാൻഡേർഡ് പ്രോസസ് പ്ലാൻ ഫോർ പാർട്ട് ഫാമിലീസ്. ഓരോ പാർട്ട് ഫാമിലിക്കും ഒരു സ്റ്റാൻഡേർഡ് പ്രോസസ് പ്ലാൻ പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്താണ് നമ്മൾ പ്രിപ്പറേറ്ററി ഫേസ് കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ചെയ്ത് ഈ ഡാറ്റ നമ്മൾ ഡാറ്റാബേസിലൂടെ ക്യാപ് സിസ്റ്റത്തിൻ്റെ ഡാറ്റാബേസിലൂടെ ഫീഡ് ചെയ്യും. ഒരു ജനറേറ്റീവ് റിട്രീവൽ ക്യാപ് സിസ്റ്റത്തിൻ്റെ ഒരു പ്രൊസീജിയറാണ് ഇവിടെ ഈ ഫ്ലോ ചാർട്ടിൽ കൊടുത്തിരിക്കുന്നത്. ഒരു റിട്രീവൽ ക്യാപ് സിസ്റ്റത്തിൻ്റെ പ്രൊസീജിയറാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഓരോ ബ്ലോക്ക് എന്താ നോക്കാം. ന്യൂ പാർട്ട് ഡിസൈൻ, ഡിറൈവ് GT കോഡ് നമ്പർ ഫോർ ദ പാർട്ട്, സെർച്ച് പാർട്ട് ഫാമിലി for GT code number,
retrieve standard process plan, edit existing plan or write new plan, process plan formatter, process plan. ഈ അതർ ആപ്ലിക്കേഷൻ പ്രോഗ്രാംസ് ഇവിടെ ഉണ്ട്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പ്രിപ്പറേറ്ററി ഫേസ്, സെലക്ട് കോഡിംഗ് സിസ്റ്റം ആൻഡ് ഫോം പാർട്ട് ഫാമിലീസ്, പ്രിപ്പയർ സ്റ്റാൻഡേർഡ് പ്രോസസ് പ്ലാൻസ് ഫോർ പാർട്ട് ഫാമിലീസ്. ഇവിടെ പാർട്ട് ഫാമിലി ഫയൽ, സ്റ്റാൻഡേർഡ് പ്രോസസ് പ്ലാൻ ഫയൽ. After preparatory phase has been completed, the system is ready for use. അതായത് നമ്മൾ ഫസ്റ്റ് നമ്മൾ പ്രിപ്പറേറ്ററി ഫേസ് എന്താണെന്ന് പറഞ്ഞു, അത് ചെയ്ത് കഴിഞ്ഞാൽ ഈ ക്യാപ് സിസ്റ്റം ഹ്യൂമൻ യൂസിന് റെഡിയാണ്. ഇനി ഒരു പുതിയ കമ്പോണൻറ്റ് കണ്ടെത്തി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു പുതിയ കമ്പോണൻറ്റ് വന്നു കഴിഞ്ഞാൽ അതിന് പ്രോസസ് പ്ലാൻ തയ്യാറാക്കണം. ഒരു പ്രോസസ് പ്ലാൻ ഓൾറെഡി ക്യാപ് സിസ്റ്റത്തിൽ ഉണ്ടോ എന്ന് നോക്കണം. അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അതിൻ്റെ GT കോഡ് നമ്പർ എടുക്കുക. അതായത് അതിൻ്റെ പാർട്ട് നമ്പർ, പാർട്ട് ഫാമിലിയിൽ അത് പാർട്ട് ഫാമിലിയായിട്ട് മുമ്പ് തരംതിരിച്ച് കാണും. ആ GT കോഡ് നമ്പർ എടുക്കുക. ഈ GT കോഡ് നമ്പർ വെച്ചിട്ട് ഞാനിവിടെ കാണിച്ചിരിക്കുന്നത് ഫസ്റ്റ് ഡിറൈവ് GT കോഡ് നമ്പർ ഫോർ ദ പാർട്ട്. ഈ ഗ്രൂപ്പ് ടെക്നോളജി കോഡ് നമ്പർ വെച്ചിട്ട് നമ്മൾ ആ സിസ്റ്റത്തിൽ സെർച്ച് ചെയ്യും. അവിടെ ഓൾറെഡി അതിന് ഒരു എക്സാക്ട് GT കോഡ് നമ്പർ അവൈലബിൾ ആണ്. എക്സാക്ട് GT കോഡ് നമ്പർ അവൈലബിൾ ആണെങ്കിൽ അതിന് സ്റ്റാൻഡേർഡ് പ്രോസസ് പ്ലാൻ ഓൾറെഡി അവിടെ ഉണ്ടാവും. സോ if you are searching for that GT code number in the process plan file, if the file contains process plan for the part, it is retrieved. അതായത് ആ പാർട്ടിന് വേണ്ട പ്രോസസ് പ്ലാൻ അവിടെ ഉണ്ടെങ്കിൽ അത് റിട്രീവ് ചെയ്യും. മീൻസ് അത് നമ്മൾ തിരിച്ചെടുക്കും മീൻസ് ആ സിസ്റ്റത്തിൽ ഉണ്ടായിരുന്ന പ്രോസസ് പ്ലാൻ നമ്മൾ അതേപോലെ എടുക്കും. അത് നമ്മൾ സ്റ്റാൻഡേർഡ് പ്രോസസ് പ്ലാൻ ഓർ റൂട്ട് ഷീറ്റായിട്ട് നമ്മൾ എടുക്കും. അങ്ങനെ റിട്രീവ് ചെയ്യുന്നതുകൊണ്ടാണ് ഈ സിസ്റ്റത്തിന് റിട്രീവൽ CAD സിസ്റ്റം എന്ന് പേര് വന്നത്. The standard process plan is examined to determine whether modifications are necessary. ചില കേസിൽ നമുക്ക് ഇതേ പ്രോസസ് പ്ലാൻ ഉപയോഗിക്കാം. ഒരു ഡയമെൻഷണൽ വ്യത്യാസം ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് ഇതേ പ്രോസസ് പ്ലാൻ ഉപയോഗിക്കാം. പക്ഷേ ചിലപ്പോൾ നമുക്ക് ഇതിൽ എന്തെങ്കിലും മോഡിഫിക്കേഷൻ വരുത്തേണ്ടതായിട്ട് വന്നേക്കാം. അങ്ങനെ മോഡിഫിക്കേഷൻ വരുത്തണമെങ്കിൽ നമ്മൾ ആ മോഡിഫിക്കേഷൻ വരുത്തും. അങ്ങനെ എന്തെങ്കിലും എഡിറ്റിംഗ് ആവശ്യമാണെന്നുണ്ടെങ്കിൽ ഒരു എന്തെങ്കിലും മൈനർ ഡിഫറൻസ്, മേ ബി ടോളറൻസ് ആയിരിക്കും, അല്ലെങ്കിൽ ഡയമെൻഷൻ ടോളറൻസ്, അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും, അത് എഡിറ്റ് ചെയ്യും. അങ്ങനെ എഡിറ്റ് ചെയ്തിട്ട് അതൊരു പുതിയ ഒരു പ്രോസസ് പ്ലാനായിട്ട് മാറും. അത് നമ്മൾ എന്ത് ചെയ്യും, ആ ഡാറ്റാബേസിൽ തന്നെ സേവ് ചെയ്യും. അങ്ങനെ നമ്മൾ ഓൾറെഡി ഉള്ളൊരു പ്രോസസ് പ്ലാനിനെ നമ്മൾ സ്ലൈറ്റ്ലി വേരി ചെയ്തു, നമ്മുടെ റിക്വയർമെൻറ്റ് അനുസരിച്ച് നമ്മൾ സ്ലൈറ്റ്ലി വേരി ചെയ്തു. അത് നമ്മൾ ആ പ്രോസസ് പ്ലാൻ ഫയലിൽ ഓർ സിസ്റ്റം ഫയലിൽ സൂക്ഷിക്കും. അതുകൊണ്ട് തന്നെ വേരി ചെയ്യുന്നത് കൊണ്ട് തന്നെ ഈ റിട്രീവൽ CAD സിസ്റ്റത്തിനെ നമ്മൾ വേരിയൻറ്റ് ക്യാപ് സിസ്റ്റം എന്നും പറയും. റിട്രീവൽ CAD സിസ്റ്റത്തിനെ വേരിയൻറ്റ് CAD സിസ്റ്റം എന്ന് പറയും. ഇനി ആ ഫയലിൽ നമ്മൾ GT കോഡ് വെച്ച് സെർച്ച് ചെയ്യുമ്പോൾ അങ്ങനെ ഒരു സ്റ്റാൻഡേർഡ് പ്രോസസ് പ്ലാൻ നമുക്ക് കണ്ടെത്താൻ കഴിയില്ല. മീൻസ് നമ്മുടെ ഒരു പാർട്ട് എന്ന് പറയുന്നത് എൻ്റയർലി ന്യൂ പാർട്ടാണെന്ന് കരുതുക. ഇനി അങ്ങനെ പറ്റുമ്പോൾ യൂസർ എന്താ ചെയ്യാന്ന് വെച്ചാൽ അതുമായിട്ട് സിമിലറായ സെർച്ചുകൾ, അതായത് സിമിലർ ആയിട്ടുള്ള ആ പാർട്ടുമായിട്ട് സിമിലർ ആയിട്ടുള്ള പാർട്ടുകൾ സെർച്ച് ചെയ്യും. ഇനി അങ്ങനെ സെർച്ച് ചെയ്തിട്ട് അതിൻ്റെ റൂട്ട് ഷീറ്റ് എടുക്കും. ആ റൂട്ട് ഷീറ്റ് എടുത്ത് ഒന്നില്ലെങ്കിൽ ആ റൂട്ട് ഷീറ്റ് പോസിബിൾ ആണെങ്കിൽ ആ റൂട്ട് ഷീറ്റ് സ്ലൈറ്റ് ചേഞ്ചസ് വരുത്താൻ പറ്റുമെങ്കിൽ സ്ലൈറ്റ് ചേഞ്ചസ് വരുത്തി അത് ഉപയോഗിക്കാൻ പറ്റുമെങ്കിൽ ആ പ്രൊസീജിയർ ഫോളോ ചെയ്യും. ദാറ്റ് ഈസ് ദ യൂസർ എയ്തർ എഡിറ്റ്സ് ദ പ്രോസസ് പ്ലാൻ ഓർ ഇഫ് നോട്ട് പോസിബിൾ, ഒരു എഡിറ്റിംഗ് പോസിബിൾ അല്ല, അതായത് ഇപ്പോൾ വന്ന പാർട്ട് അവിടെ ഓൾറെഡി ഡാറ്റാബേസിലുള്ള പാർട്ടിനെ കഴിഞ്ഞും നല്ല ഡിഫറൻ്റ് ആണെന്നുണ്ടെങ്കിൽ പുതിയൊരു പ്രോസസ് പ്ലാൻ തയ്യാറാക്കും. അങ്ങനെ പുതിയ പ്രോസസ് പ്ലാൻ തയ്യാറാക്കുന്നതും ആ സിസ്റ്റത്തിലോട്ട് ഫീഡ് ചെയ്യും. ഈ പ്രോസസ് പ്ലാൻ ഒരു പുതിയ നമ്പർ വെച്ച് സിസ്റ്റത്തിലോട്ട് ഫീഡ് ചെയ്യും. ആ നമ്പർ ഈ സിസ്റ്റത്തിനൊരു സ്റ്റാൻഡേർഡ് ഉണ്ട്. അങ്ങനെ ആ സിസ്റ്റത്തിലോട്ട് ഫീഡ് ചെയ്യുന്ന ഈ പ്രോസസ് പ്ലാൻ ഭാവിയിൽ നമുക്ക് ഇതുമായിട്ട് സിമിലർ ആയിട്ടുള്ള പാർട്സ് വരുമ്പോൾ നമുക്കത് ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെ ഇപ്പോൾ പ്രിപ്പയർ ചെയ്യുന്നത് എന്ത് ചെയ്യും, ഇപ്പോൾ പ്രിപ്പയർ ചെയ്യുന്നത് സ്റ്റാൻഡേർഡ് റൂട്ട് ഷീറ്റായിട്ട് നമ്മൾ ഉപയോഗിക്കും.
ഇപ്പോൾ വർക്ക് ചെയ്യുന്ന സ്റ്റാൻഡേർഡ് റൂട്ട് ഷീറ്റായിട്ട് ഉപയോഗിക്കും. ഇനി ഇതേ റൂട്ട് ഷീറ്റ് നമ്മൾ എന്ത് ചെയ്യും, സിസ്റ്റത്തിലോട്ട് ഫീഡ് ചെയ്യും. കാരണം ഭാവിയിൽ ഇതേപോലത്തെ ഒരു പാർട്ട് ഇനിയും വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതേ പ്രോസസ് പ്ലാൻ ഉപയോഗിക്കാൻ പറ്റിയേക്കും. അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ പ്രോസസ് പ്ലാൻ ഫോർമാറ്റർ. പ്രോസസ് പ്ലാൻ ഫോർമാറ്റർ എന്തെന്ന് വെച്ചാൽ ഇതിൻ്റെ റൂട്ട് ഷീറ്റിൻ്റെ ഒരു പ്രിൻ്റ് എടുക്കും. The formatter may call other application programs to use. That is, for example, determine machining conditions for various tool operations. അതായത് പ്രോസസ് പ്ലാൻ ഫോർമാറ്റർ ആണ് ഇതിൻ്റെ പ്രിൻ്റ് എടുക്കുക. ഈ പ്രോസസ് പ്ലാൻ ഫോർമാറ്റർ മറ്റ് ആപ്ലിക്കേഷൻ പ്രോഗ്രാംസിൻ്റെ സഹായം തരും. മീൻസ് ലബോറട്ടറി ഡാറ്റ ആയിരിക്കാം. ഫോർ എക്സാമ്പിൾ, ഒരു മെറ്റീരിയൽ ടേൺ ചെയ്യുന്നത് എത്ര സ്പീഡിൽ ചെയ്യാം. ഓക്കെ, അപ്പോൾ പ്രോസസ് പ്ലാൻ അതുണ്ടായിരിക്കണം. എത്ര സ്പീഡിൽ ടേൺ ചെയ്യണം, എത്ര ഡെപ്ത് ഓഫ് കട്ട് കൊടുക്കണം, എത്ര റഫ്നെസ് ഇതൊക്കെ ഉണ്ടാവണം. അപ്പോൾ ഈ കാര്യങ്ങൾ ഒരു മറ്റ് ഏതെങ്കിലും ഇപ്പോൾ CAD സിസ്റ്റം ആണെന്ന് അതിനകത്ത് ആ ഡിസൈൻ ബേസ്ഡ് മെറ്റീരിയൽ സ്പെസിഫൈ ചെയ്താൽ അതിൻ്റെ കട്ടിങ് കണ്ടീഷൻസ് അതിൻ്റെ കൂടെ തന്നെ ഉണ്ടാവും. അപ്പോൾ ആ കട്ടിങ് കണ്ടീഷൻസ് ആ സോഫ്റ്റ്വെയറിൽ നിന്ന് പ്രോസസ് പ്ലാൻ ഫോർമാറ്റർ എടുക്കും. ആ പ്രോസസ് പ്ലാൻ ഫോർമാറ്റർ അതും കൂടി എടുത്തായിരിക്കും സ്റ്റാൻഡേർഡ് പ്രോസസ് പ്ലാനിൻ്റെ പ്രിൻ്റ് കൊടുക്കുന്നത്, മീൻസ് ഔട്ട്പുട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതാണ് എൻ്റെ ലാസ്റ്റ് സ്റ്റെപ്പ്. അങ്ങനെ അതർ ആപ്ലിക്കേഷൻ പ്രോഗ്രാമുമായിട്ട് കൊളാബറേറ്റ് ചെയ്ത് കമ്പൈൻ ചെയ്ത് ഫൈനലി നമുക്ക് അതിൻ്റെ പ്രോസസ് പ്ലാൻ നമുക്കതിൻ്റെ റൂട്ട് ഷീറ്റ് ഒരു പാർട്ട് പാർട്ട് ഒരു ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ആവേണ്ട ഡീറ്റെയിൽഡ് സ്റ്റെപ്സ് ഓർ പ്രോസസ്സിങ് സ്റ്റെപ്സ് നമുക്ക് കിട്ടും. അതിനാണ് നമ്മൾ പ്രോസസ് പ്ലാൻ ഓർ റൂട്ട് ഷീറ്റ് എന്ന് പറയുക. അപ്പോൾ ഈ റൂട്ട് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് പ്രോസസ് പ്ലാനിങ് എന്ന് പറയുക. അപ്പോൾ നമ്മൾ കമ്പ്യൂട്ടർ എയ്ഡഡ് പ്രോസസ് പ്ലാനിങ് ആണ് ഇവിടെ ഡിസ്കസ് ചെയ്തത്. അതിലെ കമ്പ്യൂട്ടർ എയ്ഡഡ് പ്രോസസ് പ്ലാനിങ്ങിലെ തന്നെ റിട്രീവൽ ക്യാപ് സിസ്റ്റം. അപ്പോൾ റിട്രീവ് ചെയ്യാന്ന് പറഞ്ഞാൽ വേർഡ് മീനിങ് തന്നെ തിരിച്ചെടുക്കുക, പുനഃസ്ഥാപിക്കുക. മീൻസ് ഓൾറെഡി ഉള്ളതിൽ നിന്ന് എടുക്കുക എന്ന് പറയുമ്പോൾ ഒന്നില്ലെങ്കിൽ എക്സാക്ട് കോപ്പി നമുക്ക് എടുത്ത് അതേപോലെ ചെയ്യാം, അല്ലെങ്കിൽ ചില കേസിൽ സ്ലൈറ്റ് മോഡിഫിക്കേഷൻ വരുത്തേണ്ട വന്നേക്കാം, ഓർ നമുക്ക് പുതിയൊരു പ്ലാൻ ക്രിയേറ്റ് ചെയ്യേണ്ട വന്നേക്കാം. അങ്ങനെ പ്ലാൻ ക്രിയേറ്റ് ചെയ്യുന്ന പ്ലാൻ നമ്മൾ സിസ്റ്റത്തിലോട്ട് ഫീഡ് ചെയ്യും. ഒരു സ്റ്റാൻഡേർഡ് നമ്പറിംഗ് ഫോർമാറ്റിൽ സിസ്റ്റത്തിലോട്ട് ഫീഡ് ചെയ്യും. ഭാവിയിൽ ഇതേപോലെ ഒരു പാർട്ട് വരുമ്പോൾ നമുക്ക് ഈ പാർട്ട് കോഡ് വെച്ച് സെർച്ച് ചെയ്ത് ഇതേ പ്രോസസ് പ്ലാനിൻ്റെ ഭാവിയിൽ ഉപയോഗിക്കാം. അപ്പോൾ അതാണ് കമ്പ്യൂട്ടർ എയ്ഡഡ് പ്രോസസ് പ്ലാനിൻ്റെ അഡ്വാൻറ്റേജ്. അപ്പോൾ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്തത് റിട്രീവൽ ക്യാപ് സിസ്റ്റമാണ്. അപ്പോൾ അതിൻ്റെ ഫ്ലോ ചാർട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് പ്രോസസ് പ്ലാൻ ഫോർമാറ്ററിനെ കുറിച്ച് പറയാം. അപ്പം പ്രോസസ് പ്ലാൻ ഫോർമാറ്ററാണ്. പിന്നെ ഇവിടെ പ്രിൻ്റ് ചെയ്യുന്ന സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ പ്രോസസ് പ്ലാൻ ഫോർമാറ്ററാണ്. അപ്പോൾ ഇവിടെ പ്രോസസ് പ്ലാൻ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മറ്റ് ആപ്ലിക്കേഷൻ പ്രോഗ്രാംസുമായിട്ട് ലിങ്ക് ഉണ്ടാവും പ്രോസസ് പ്ലാൻ ഫോർമാറ്റർ. അപ്പോൾ പ്രോസസ് പ്ലാൻ ഫോർമാറ്റർ ഒരു സോഫ്റ്റ്വെയർ തന്നെയാണ്. ആ മറ്റ് പ്രോഗ്രാംസുമായിട്ട് ലിങ്ക് ചെയ്തിട്ടാണ് അതിൻ്റെ കട്ടിങ് കണ്ടീഷൻസ് ഒക്കെ എടുക്കുക. അതായത് ഏത് ടൂൾ ഉപയോഗിക്കണം, ഏത് സ്പീഡ് ഉപയോഗിക്കാം, ഏത് ഡെപ്ത് ഓഫ് കട്ട് കൊടുക്കാം, എത്ര റഫ്നെസ് കൊടുക്കാൻ പറ്റുക, അതിൻ്റെ സ്റ്റാൻഡേർഡ് ടൈം, ഇനി ഡയറക്റ്റ് ലേബർ, ഇൻഡയറക്റ്റ് ലേബർ, ഇൻസെൻറ്റീവ്സ്, അപ്പോൾ അതൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഈ പ്രോസസ് പ്ലാൻ ഫോർമാറ്ററാണ്. ഇതാണ് ഒരു സ്റ്റാൻഡേർഡ് റിട്രീവൽ ക്യാഡ് സിസ്റ്റത്തിൻ്റെ ഫ്ലോ ചാർട്ട്. താങ്ക് യു.